നമസ്കാരം. നമ്മുടെ നാട്ടിൽ മദ്യവും മയക്കുമരുന്നും ലഹരികളും ഒരുപാട് വർദ്ധിക്കുന്നുണ്ട് അല്ലേ? ഇതിനെതിരെ ശരിക്കിന് പ്രതികരിക്കേണ്ടത് നമ്മൾ മാതാപിതാക്കളും ജനങ്ങളുമല്ലേ, പൊതുജനമല്ലേ ഇതിനൊക്കെതിരെ ശരിക്കും പ്രതികരിക്കേണ്ടത്? കാരണം നമ്മുടെ നാട്ടിലെ നിയമപാലകരെ മാത്രം ഈ ഒരു വിഷയത്തിൽ നമ്മൾ വിശ്വസിച്ച് നിന്ന് കഴിഞ്ഞാൽ നമ്മളുടെ കുട്ടികളുടെ ഭാവിയാണ് ഇല്ലാതെയാകുന്നത് എന്നുള്ള കാര്യം നമ്മളൊക്കെ ഒന്ന് മനസ്സിലാക്കുക. എന്തായാലും കോഴിക്കോട് കോന്നാട് ബീച്ചിൽ നിന്ന് ഒരു സുഹൃത്ത് അവിടെ നടക്കുന്ന കാര്യങ്ങളുടെ വീഡിയോസുകളും കാര്യങ്ങളും ഒക്കെ അയച്ചു തന്നിട്ടുണ്ട്. ജംഷി ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് ഈ ഒന്ന് വീഡിയോ ചെയ്യണം എന്ന് പറഞ്ഞുകൊണ്ട്. അപ്പോൾ ആ വീഡിയോസും ഫോട്ടോസുകളൊക്കെ നിങ്ങൾക്ക് ഇവിടെ കാണാൻ കഴിയും. അതായത് കൊച്ചു കുട്ടികൾ ഓപ്പൺ ആയിട്ട് അവിടെ ബിയർ കഴിക്കുന്നത്, കള്ളു കുടിക്കുന്നത്, മയക്കുമരുന്ന് ഉപയോഗിക്കുന്നത്, അങ്ങനെയുള്ള ലഹരി വസ്തുക്കളെല്ലാം ഓപ്പൺ ആയിട്ട് ആ ബീച്ചിൽ ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണ്. കൂട്ടത്തിൽ കമിതാക്കൾ വന്നിട്ട് പല രീതിയിലുള്ള പ്രവൃത്തികളൊക്കെ അവിടെ ചെയ്യുന്നുണ്ട്. ഇതൊക്കെ നേരിട്ട് കണ്ട ഒരുപാട് അമ്മമാരുണ്ട്, അതുപോലെ തന്നെ അച്ഛന്മാരുണ്ട്. ഇവരൊക്കെ ചോദ്യം ചെയ്ത് കഴിഞ്ഞാൽ എന്താണ് പറയുന്നത്? ഇവരൊക്കെ സദാചാര ഗുണ്ടകളായി മാറുകയാണ്. ശരിക്കും ഇവിടെ ചോദ്യം ചെയ്യേണ്ടത്, ഈ കുട്ടികളെ ചോദ്യം ചെയ്യേണ്ടത് അവിടെയുള്ള പൊതുജനം തന്നെയല്ലേ? അത് എങ്ങനെയാണ് സദാചാര ഗുണ്ടകളായി മാറുന്നത്? കാരണം അവർ നല്ലതിന് വേണ്ടിയിട്ടാണ് അവിടെ റിയാക്ട് ചെയ്യുന്നത്. അതായത് ആ കുട്ടികളുടെ ഭാവി നശിക്കാതിരിക്കാൻ, ആ കുട്ടികളുടെ ഭാവി നശിക്കാതിരിക്കണം എന്നുണ്ടെങ്കിൽ നമ്മളൊക്കെ മുൻകൈ എടുത്തേ പറ്റുള്ളൂ. കാരണം കുട്ടികൾ ചെറുപ്രായമാണ്, 18 പോലും തികയാത്ത കുട്ടികളാണ്. അവർക്ക് ഇത് എന്താണെന്നോ ഏതാണെന്നോ അറിയാൻ കഴിയില്ല. അറിയാൻ കഴിയുന്ന ആ ഒരു പ്രായം എത്തുന്നതിന് മുൻപ് അവർക്ക് നഷ്ടപ്പെടേണ്ടതെല്ലാം നഷ്ടപ്പെട്ടിട്ടുണ്ടാവും. അത് നമ്മളെല്ലാവരും ചിന്തിക്കേണ്ട ഒരു വിഷയമാണ്. കൂട്ടത്തിൽ നമ്മളുടെ മക്കൾ സ്കൂളുകളിൽ പോകുമ്പോൾ, കോളേജുകളിൽ പോകുമ്പോൾ, കോളേജുകളിൽ എത്തുന്നുണ്ടോ, സ്കൂളുകളിൽ എത്തുന്നുണ്ടോ, കറക്റ്റ് ടൈമിന് ക്ലാസ്സിൽ കയറുന്നുണ്ടോ, കറക്റ്റ് ടൈമിന് തിരിച്ച് വീട്ടിലേക്ക് വരുന്നുണ്ടോ എന്നെല്ലാം നമ്മൾ വളരെ കൃത്യമായിട്ട് മാതാപിതാക്കളെ അന്വേഷിക്കേണ്ട ഒരു കാലഘട്ടമാണ് ഇപ്പൊ കടന്നു പോകുന്നത്. കാരണം ഇത് ഈ കോഴിക്കോട് കോന്നാട് ബീച്ചിലെ മാത്രം അവസ്ഥയല്ല, ഇതുപോലെ പല സ്ഥലങ്ങളിലും ഇതുപോലത്തെ പ്രവൃത്തികൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അത് പലരും കണ്ടിട്ടും അതിന് പ്രതികരിക്കാൻ ഭയപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഭയപ്പെടുന്നത് എന്തുകൊണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അവിടെ പ്രതികരിച്ചു കഴിഞ്ഞാൽ പ്രതികരിക്കുന്നവൻ സദാചാര ഗുണ്ടയായിട്ട് മാറുകയാണ്. അതാണ് ഇപ്പൊ നമ്മുടെ നാട്ടിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് അല്ലേ? നമ്മൾ എന്തിനെങ്കിലും എതിരെ പ്രതികരിച്ചാൽ, തെറ്റ് കണ്ട് തെറ്റിനെതിരെ പ്രതികരിച്ചാൽ അവൻ സദാചാര ഗുണ്ടയായി, അവന് മോശക്കാരനായി. തെറ്റ് ചെയ്യുന്നവരും അതിനെ സപ്പോർട്ട് ചെയ്യുന്നവരും വളരെ മാന്യന്മാരായിട്ടാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അവർ ഭയങ്കര മാന്യന്മാര്, തെറ്റിനെ എതിർക്കുന്നവർ ഭയങ്കര മോശപ്പെട്ട ആളുകൾ. അപ്പൊ എൻ്റെ സുഹൃത്തുക്കളായിട്ടുള്ള, എൻ്റെ നാട്ടുകാരായിട്ടുള്ള, എൻ്റെ പ്രിയ സ്നേഹിതന്മാരോട്, അമ്മമാരോട്, അച്ഛന്മാരോട് എനിക്ക് പറയാനുള്ളത്, ഇങ്ങനെയുള്ള പരിപാടികൾ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള പ്രവൃത്തികൾ നിങ്ങൾ കൺമുന്നിൽ കാണുകയാണെങ്കിൽ അതിനെതിരെ നിങ്ങൾ റിയാക്ട് ചെയ്യണം. അതുപോലെ തന്നെ നിങ്ങളുടെ കുട്ടികൾ കറക്റ്റ് ടൈമിൽ സ്കൂളുകളിൽ കോളേജുകളിൽ പോയി വരുന്നുണ്ടോ എന്നുള്ള കാര്യം നിങ്ങൾ അന്വേഷിക്കണം. അന്വേഷിക്കാത്തതിൻ്റെ ഭവിഷ്യത്ത് അനുഭവിക്കേണ്ടത് നിങ്ങളും നിങ്ങളുടെ കുടുംബവും നിങ്ങളുടെ കുട്ടികളുമായിരിക്കും എന്നുള്ള കാര്യം നിങ്ങൾ എല്ലാവരും ഒന്ന് ചിന്തിക്കുക. കാരണം പല സ്ഥലങ്ങളിൽ കേരളത്തിന്റെ പല സ്ഥലങ്ങളിൽ ഇതുപോലെ വേണ്ട വൃത്തികൾ ചെയ്യുന്ന ഒരുപാട് സ്ഥലങ്ങളുണ്ട്. അപ്പൊ ആ സ്ഥലങ്ങളിലൊക്കെ ഉള്ള ആളുകൾ, നാട്ടുകാർ ഇതിനെതിരെ പ്രതികരിച്ചുകൊണ്ട് രംഗത്ത് വരണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. കാരണം അവിടെ നിങ്ങൾ സദാചാര ഗുണ്ടകളല്ല. ഇതിനൊക്കെ എതിരെ പ്രതികരിക്കുമ്പോൾ നമ്മളാണ് അവിടെ യഥാർത്ഥ മനുഷ്യന്മാരാകുന്നത് എന്നുള്ള കാര്യം നമ്മളൊക്കെ ഒന്ന് മനസ്സിലാക്കുക. ഒരു നാടും നാട്ടുകാരും എല്ലാവരും ഒന്നിച്ചു നിന്ന് തെറ്റിനെതിരെ പ്രതികരിക്കുമ്പോൾ അവിടെ ഒരാളും സദാചാരം പറഞ്ഞു വരില്ല. നേരെ മറിച്ച് ഇത് ജാതിയുടെ പേരിൽ, മതത്തിന്റെ പേരിൽ, പാർട്ടിയുടെ പേരിൽ, വർഗീയതയിലേക്ക് കൊണ്ടുപോകുമ്പോഴാണ് ഇത് സദാചാരമായി മാറ്റപ്പെടുന്നത്. ഇതിൽ ഹിന്ദു പെടുന്നുണ്ട്, മുസ്ലിം പെടുന്നുണ്ട്, ക്രിസ്ത്യാനി പെടുന്നുണ്ട്, മതമില്ലാത്ത ആളുകൾ പെടുന്നുണ്ട്. ഈ വിഭാഗം എല്ലാം ഈ പറയുന്ന കുട്ടികളിലും ഉണ്ട് എന്നുള്ള കാര്യം നമ്മളൊക്കെ ഒന്ന് മനസ്സിലാക്കുക. അപ്പൊ ഇതിനെതിരെ പ്രതികരിക്കേണ്ടത് നമ്മൾ ജനങ്ങൾ ഒറ്റക്കെട്ടായിട്ട് ഒന്നിച്ച് നിന്നുകൊണ്ടാണ് എന്നുള്ള കാര്യം മാത്രമാണ് നിങ്ങളോട് പറയാനുള്ളത്. അപ്പൊ ഇതുപോലെയുള്ള പ്രവൃത്തികൾ കാണുമ്പോൾ കഴിയുമെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലെയുള്ള വീഡിയോസുകൾ കാണുമ്പോഴെങ്കിലും അത് എടുത്തിട്ട് ഈ കുട്ടികളുടെ ഫോട്ടോ കാണിക്കാതെ, അവരുടെ ഫേസ് കാണിക്കാതെ പൊതുജനങ്ങളിൽ ഫേസ്ബുക്ക് വഴിയോ അല്ലെങ്കിൽ മറ്റ് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം വഴിയോ നിങ്ങൾ എത്തിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക എന്ന് മാത്രമാണ് നിങ്ങളോട് പറയാനുള്ളത്. ഇതുപോലെയുള്ള തെറ്റുകളിൽ നിന്നും നമ്മളെയും നമ്മളുടെ കുട്ടികളെയും നമ്മൾ തന്നെ കാത്തു സൂക്ഷിക്കുക എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. അപ്പോൾ നമുക്ക് വീണ്ടും കാണാം അടുത്തൊരു വീഡിയോയിൽ മറ്റൊരു വിഷയവുമായിട്ട്. ബൈ.